ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വൈകുന്നേരം നമ്മൾ എല്ലാവരും ഫ്രീ ആയിരുന്നു കേട്ടോ. എല്ലാവരും ഫ്രീ എന്ന് വെച്ചാൽ ഞാനെപ്പോഴും ഫ്രീ ആണ്. പ്രശേട്ടന് ജോലിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പ്രശേൻ്റെ കസിനും അമ്മയൊക്കെ വന്നതല്ലേ, അപ്പോൾ നമ്മൾ എനിക്ക് വൈകുന്നേരം ഇവിടുത്തെ അമ്പലത്തിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഒരു അമ്പലം അല്ല കേട്ടോ. കംപ്ലീറ്റ്ലി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒരു അമ്പലമാണ്. നമ്മുടെ നാട്ടിലെ പോലെ എന്താ പറയുക, ഇങ്ങനെ ഈ നമുക്ക് വിഗ്രഹങ്ങളല്ലേ, എന്നിട്ട് കൽവിഗ്രഹങ്ങളല്ലേ. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഐഡൽസാണ്, പ്രതിമകൾ നല്ല ഭംഗിയിലൊക്കെ ഉണ്ടാക്കിയേക്കുന്ന നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള എന്താ പറയുക വിഗ്രഹങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനെ നമ്മൾ അമ്മയും ജയരാജേട്ടനൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ആ പ്രശേട്ടൻ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയി. നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല ഫ്രണ്ടിൽ തന്നെ, അപ്പോൾ അപ്പുറത്ത് പാർക്ക് ചെയ്യാനായിട്ട് പോയി. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞു. നമ്മളെല്ലാവരും അമ്പലത്തിനകത്തോട്ട് കയറി. അമ്പലത്തിൽ നമ്മൾ ഈ പഴം, ഫ്രൂട്ട്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് അവിടെ കാണിക്ക പോലെ വെക്കാം ദേവിക്കായിട്ടൊക്കെ. അപ്പോൾ ഇവിടെ താഴോട്ടൊരു ബേസ്മെൻ്റ് ഉണ്ട്. അതാ ഇപ്പോൾ കണ്ട സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങുന്നത്. അവിടെ നമുക്കാണെങ്കിൽ ഇവിടെ ഫുഡും ചില ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ഇവിടെ ഫുഡൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ട്യൂസ്ഡേയും ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ഫുഡും ഒക്കെ കിട്ടുമേ. അപ്പം നാട്ടിൽ നമ്മൾ കുളത്തിലൊക്കെ പോയിട്ടാണല്ലോ വെള്ളം കുടയൽ. ഇവിടെ നമുക്ക് അകത്ത് കയറി കഴിയുമ്പോൾ ഷൂസൊക്കെ ഇടാൻ സെപ്പറേറ്റ് ആയിട്ട് ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ഓരോ റൂമും ഉണ്ട്. പിന്നെ നമുക്ക് വെള്ളമൊക്കെ കുടയണമെങ്കിലും കൈ കഴുകിയൊക്കെ കയറണമെങ്കിൽ നമുക്ക് സിങ്കാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറി. ഇവിടെ ആണെങ്കിൽ കണ്ടില്ലേ, ഇങ്ങനെയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, അമ്മയ്ക്കും ജയരാജേട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇവിടെ വന്നിരിക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.